മറ്റൊരു വാർത്തയിലേക്ക്. തിരുവനന്തപുരത്ത് ക്ഷേത്രത്തിലെ കീഴ്ശാന്തിക്ക് കിണറ്റിൽ വീണ് പരിക്കേറ്റു. ഒന്നാം പുത്തൻതെരുവ് അഗ്നീശ്വര മഹാദേവ ക്ഷേത്രത്തിലെ കീഴ്ശാന്തി നവനീതാണ് അപകടത്തിൽപ്പെട്ടുപോയത്. ഗ്രാമസമുദായം പ്രസിഡന്റ് വിളിച്ചപ്പോഴാണ് ഞാൻ വന്നത്. ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ കിണറ്റിൻ്റെ അകത്ത് കടന്നു കിടക്കണം. പുള്ളിക്ക് ഫിക്സ് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ മാക്സിമം നോക്കിയില്ല, പോലീസിനെ നോക്കിയൊന്നിനെല്ലാം വിളിച്ചു. ആ സമയത്ത് നമ്മൾ രക്ഷപ്പെടുത്തണമല്ലോ എന്ന് പറഞ്ഞിട്ട് മാക്സിമം കയറിപ്പെട്ട് ഒരാൾക്ക് അതിൽ ഇറങ്ങാനും പറ്റുള്ളൂ. കെട്ടിപ്പൊക്കി മാക്സിമം ഫസ്റ്റ് ആയിട്ട് ഞാനും കൊടുത്തു, 2-3 പേര് കൊടുത്തു നോക്കി, പോലീസും വന്നിട്ട് കൊടുത്തു നോക്കി. ലാസ്റ്റ് സ്റ്റേജ് ഇങ്ങനെ കൊണ്ടുപോയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകാൻ റിനു ശ്രീധർ കൂടി ചേർന്നു. റിനു, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് അദ്ദേഹം കിണറ്റിൽ വീണുപോയത്? ഗുഡ് മോർണിംഗ് എസ് കെ. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ആ സംഭവ സ്ഥലത്താണ്. രാവിലെ 7 മണിയോടുകൂടി ക്ഷേത്രത്തിലെ അഭിഷേകത്തിനായി വെള്ളമെടുക്കുവാൻ വേണ്ടി കിണറ്റിൽ എത്തിയതാണ് കീഴ്ശാന്തിയായിട്ടുള്ള നവനീത്. ഇവിടുത്തെ മെയിൻ ശാന്തിക്കാരനായിട്ടുള്ള ആളിൻ്റെ മകനാണ്. ഇവിടെ സഹായിയായി എത്താറുണ്ട് എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ കിണറിലാണ് അദ്ദേഹം അകപ്പെട്ടത്. അദ്ദേഹത്തിന് ഫിക്സ് വരാറുണ്ടായിരുന്നു എന്നുള്ളതാണ്. അത്തരമൊരു സാഹചര്യമാണോ ഇന്നുണ്ടായത് എന്നുള്ളൊരു സംശയമുണ്ട്. എന്തായാലും 7 മണിയോടുകൂടി അദ്ദേഹം ഈ അഭിഷേകത്തിനായി ജലമെടുക്കുന്നതിന് വേണ്ടി ഈ കിണറിന് സമീപത്തേക്ക് എത്തുന്നു. ഈ പുത്തൻ തെരുവിലെ അഗ്നീശ്വര മഹാദേവ ക്ഷേത്രത്തിലെ. അപ്പോഴാണ് ഈ ഫിക്സ് വന്നതായി സംശയിക്കുന്നത്. ഇവർ കിണറ്റിനുള്ളിലേക്ക് വീണു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പോറ്റി, എന്താണ് സംഭവിച്ചത് പിന്നീട്? வெள்ளம் எடுக்க போனப்போ அங்கே உள்ள போத்தி என்ன கூப்பிட்டப்போ நான் என் பையனை கூப்பிட்டேன். பையன் பேர் வெங்கடேஷ். அப்போது ஒரு ஆளுக்கு மேலே அந்த கிணத்துல இறங்க முடியாது. இறங்கி கயிறை வச்சு கட்டி, காலையும் கட்டி கயிறையும் கட்டி பையன் கீழேருந்து தூக்கினான். நாங்கள் மேலே நின்று 2 பேராக கயிறை பிடிச்சி இழுத்தோம். ആശുപത്രിയിലേക്ക് മാറ്റിയോ? ஆஸ்பத்திரிக்கு கொண்டு போயாச்சு. அவங்க പരിക്കുണ്ടോ? പരുക്കൊന്നും ഇല്ല. എന്തായാലും എസ് കെ, ഇദ്ദേഹം ആ സമയത്ത് ഓടിയെത്തിയ ആളാണ്, അയൽവാസി കൂടിയാണ്. നിലവിൽ അദ്ദേഹത്തിന് പരുക്ക് പുറമെ കാണാനില്ലെങ്കിൽ പോലും ഗുരുതരമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും അവർ അങ്ങനെയാണ് പറഞ്ഞത്. ഇപ്പോൾ എന്തായാലും തൊട്ടടുത്തുള്ള SP ഫോർട്ട് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. എസ് കെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.